ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് പോലെയാണ് ഈ ഒരുവന് സംഭവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നല്ലവണ്ണം പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതിയ ഒരുവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ കഴിയും. ഇത് സാധാരണ സംഭവിക്കുന്നത്, ലോകക്കാർക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നല്ലവണ്ണം നീ പഠിച്ച് പരീക്ഷ എഴുതിയോ, നിനക്ക് നല്ല മാർക്ക് ലഭിക്കും. നല്ലവണ്ണം നിനക്ക് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞോ, നിനക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നിനക്ക് നല്ല ഉപജീവന മാർഗം ലഭിക്കും. ഇതും സാധാരണമായി സംഭവിക്കുന്നത്, വെറും സാധാരണമല്ല, സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതെല്ലാം സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ആർക്കാണ് അസാധാരണമായ നിലയിൽ കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നത്? ആരുടെ ജീവിതത്തിലാണ് സ്വാഭാവികമല്ലാതെ അസ്വാഭാവികമായ നിലയിൽ കാര്യങ്ങൾ നടത്തപ്പെടുന്നത്? ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ അതിനൊരു ഉത്തരവുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, അതിനകത്ത് സാധാരണമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചവരെ കുറിച്ചും അസാധാരണമായ നിലയിൽ കാര്യം സംഭവിച്ചവരെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെഥേസ്ദ എന്ന് പറയുന്ന ഒരു കുളം നമുക്കെല്ലാവർക്കും അറിയാം. ആട്ടുവാതിൽക്കൽ ബെഥേസ്ദ എന്നു പേരുള്ള ഒരു കുളം. ആ കുളത്തിന്റെ കരയിൽ ഒത്തിരി രോഗികൾ രോഗസൗഖ്യത്തിന് വേണ്ടി കിടക്കുക. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: ഒരു ദൂതൻ ഇറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. ഈ കലക്കുന്ന സമയത്ത് ആര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുവോ അവന്റെ രോഗം എത്ര വലുതായിരുന്നാലും അത് സൗഖ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് കാലാകാലങ്ങളായി സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ 38 വർഷമായി ഒരു രോഗി കിടക്കുക, അവനും ഈ സ്വാഭാവിക പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ സൗഖ്യമായി പോയവരൊക്കെയും ഈ സ്വാഭാവിക പ്രക്രിയയിൽ ഭാഗമായവരാണ്. ഈ കുളത്തെ കുറിച്ച് അറിയുന്ന, ഈ കുളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയുന്ന ആരോട് ചോദിച്ചാലും അവർ പറയും, സ്വാഭാവികമായും ആ കുളത്തിൽ ചെന്ന് കുളത്തിൽ വെള്ളമിളകുമ്പോൾ മുങ്ങുവാൻ കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. ഇത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രിയ ദൈവജനമേ, ചരിത്രത്തിൽ ആദ്യമായി അന്ന് അവിടെ അസ്വാഭാവികമായ ഒരു കാര്യം നടന്നു. ആർക്കാണ് ആ കാര്യം നടന്നത്? 38 വർഷം കൊണ്ട് ഈ സ്വാഭാവികമായ കാര്യം കണ്ടുകൊണ്ട് ഒരുവനവിടെ കിടപ്പുണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി. അവൻ ഇന്നുവരെയും രോഗസൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു നാൾ യേശു കർത്താവ് അവന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്, എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. കർത്താവ് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നിന്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക. നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തു ആ സഹോദരനെ കണ്ട നിമിഷം, അഥവാ സഹോദരൻ ആ കർത്താവിനെ കണ്ട നിമിഷം അവന്റെ ജീവിതത്തിൽ അസ്വാഭാവികമായതൊന്ന് സംഭവിച്ചിരിക്കുക. അതുവരെയും സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്ന പ്രക്രിയയിൽ നിന്ന് മാറി കുളത്തിൽ ഇറങ്ങാതെ ഒരുവന് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞു. അസാധാരണമായ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അസ്വാഭാവികമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, അസ്വാഭാവികമായ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഈ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ അത് സാധ്യമായി തീരും. ഈ കർത്താവ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ, ഈ കർത്താവ് ആരുടെ അടുക്കലൊക്കെ വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ അസ്വാഭാവികമായ ചിലത് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സാധാരണ ജീവിതം നയിച്ച്, സാധാരണ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച് ഇന്നും നീ ഞെരുക്കത്തിൽ കൂടി, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നുവോ? പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുക. അസാധ്യമായത്, അസാധാരണമായത്, അസംഭവ്യമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുക. നീ ഈ കർത്താവിനെ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ, നീ ഈ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, നിന്റെ ലോകപ്രകാരമുള്ള ജീവിതം മാറ്റിവെച്ച്, ലോകപ്രകാരമുള്ള താല്പര്യങ്ങൾ മാറ്റിവെച്ച്, ലോകപ്രകാരമുള്ള ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നീ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതിനെയൊക്കെ അസ്വാഭാവികമായ നിലയിൽ നിന്റെ ജീവിതത്തിന് വേണ്ടി മാറ്റി ചെയ്യുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം അസ്വാഭാവികമായ ചിലത് ചെയ്തു തരുവാൻ കഴിയുന്ന ആ കർത്താവിന്റെ കരത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്റെ ജീവിതത്തിലും
സ്വാഭാവികമല്ലാത്തത്, അസ്വാഭാവികമായ ചിലത് വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ വെളിപ്പെട്ട് വരുന്നു എങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രിയ സഹോദര സഹോദരി, ഇന്നുവരെയും നിന്റെ വായിൽ നിന്ന് നീ പറഞ്ഞ സാക്ഷ്യങ്ങൾ അനേകർ കേട്ടിട്ട് അവർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാ. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ ക്രിസ്തുവിൽ നീ ഒന്നുകൂടി ആശ്രയിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ, ക്രിസ്തു നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു എങ്കിൽ, നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ പറയും, ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, ഇതൊരു അസാധാരണ ദൈവപ്രവൃത്തിയാണ്, ഇതൊരു അസാധാരണ സംഭവമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുവാൻ തക്കവണ്ണമിടയാകും. 38 വർഷം ആ കുളത്തിൽ ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു പോയവനെല്ലാം ദേശത്ത് കടന്നുപോയി പറഞ്ഞ ഒരേ ഒരു സാക്ഷ്യം ഇതാണ്, ഞാൻ കുളത്തിൽ ഇറങ്ങി എനിക്ക് സൗഖ്യം ലഭിച്ചു. ഇതായിരുന്നു എല്ലാവരുടെയും സാക്ഷ്യം. പക്ഷേ അന്ന് ആദ്യമായി ആ മനുഷ്യൻ സാക്ഷ്യം മാറ്റി പറഞ്ഞു. നാട്ടുകാർ വായിൽ കൈവയ്ക്കുന്ന നിലയിൽ അവർ സാക്ഷ്യം മാറ്റി പറയുവാൻ തക്കവിടപെടയായി. എന്താണ് അവന്റെ സാക്ഷ്യം? ദൂതൻ ഇറങ്ങിയുമില്ല, വെള്ളം കലക്കിയുമില്ല, ഞാൻ കുളത്തിൽ ഇറങ്ങിയുമില്ല, എനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവിടപെടയായി തീർന്നു. പ്രിയ ദൈവജനമേ, ഇത് കേൾക്കുന്നവർ വായിൽ കൈവച്ചു പോകത്തില്ലേ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചനയായിട്ട് അറിയിക്കുക. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്, കർത്താവിന് ഇഷ്ടമുണ്ട്. ആര് അവനെ വിശ്വസിച്ച് അവനോട് ചേർന്നിരിക്കുന്നുവോ അവന് വേണ്ടി അസാധാരണമായ നിലയിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ആലോചന കൈമാറട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ജീവിതത്തെ അസാധാരണമായ നിലയിൽ മാറ്റുവാൻ തക്കവിടപെടയായിത്തീരും. കർത്താവ് അതിനായി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.